ഇന്ന് ഒരു ചേന ഒഴിച്ചുകറി ഉണ്ടാക്കാം. ചേന ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ചേന കട്ട് ചെയ്യുന്നതിന് മുൻപ് കയ്യിൽ നാരങ്ങ നീരോ വെളിച്ചെണ്ണയോ പുളിവെള്ളമോ പുരട്ടുകയാണെങ്കിൽ കൈ ചൊറിയുകയില്ല. ഈ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിനു ശേഷം പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. ആദ്യമേ തന്നെ ഉപ്പിടുകയാണെങ്കിൽ ചേന വേഗത്തില്ല. പ്രഷർ കുക്ക് ചെയ്യുന്നത് കൊണ്ട് വേണമെങ്കിൽ ഉപ്പിടാം, പക്ഷെ ഞാനിവിടെ ഉപ്പിടുന്നില്ല. സാധാരണ പാത്രങ്ങളിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഉപ്പിടരുത്. ചേനയൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം ചേനയുടെ ലെവലിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം, പക്ഷെ ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നില്ല. പ്രഷർ കുക്കർ അടച്ച് വെന്റിൽ നിന്നും സ്റ്റീം വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇട്ട് കൊടുക്കണം. 2 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ കുക്കർ മാറ്റിവെച്ചു. ഇനി തേങ്ങയും നല്ല ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും കുറച്ച് വെള്ളം ചേർത്ത് മഷി പോലെ അരച്ചെടുക്കണം. പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. ചേന നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിലെ വെള്ളം വറ്റിച്ചു കളയരുത്. ചേനയുടെ ഗുണം മുഴുവനും ആ വെള്ളത്തിലുണ്ട്. കൂടാതെ നമ്മൾ ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത്. കുക്കിങ്ങിനുള്ള സൗകര്യത്തിന് ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന വാളൻപുളി സ്ക്യൂസ് ചെയ്തതാണ് അതിലേക്ക് ഒഴിക്കുന്നത്. പുളിവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് ഒഴിച്ചുകറിക്ക് പുളിയും കിട്ടും, ചേനയുടെ ചൊറിച്ചിലും മാറും. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇനിയാണ് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നത്. അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നല്ലതുപോലെ അത് തിളപ്പിക്കണം. അപ്പോഴേക്കും ചേനയിൽ പുളിയും ഉപ്പുമൊക്കെ നല്ലതുപോലെ പിടിച്ചിരിക്കും. അതിനുശേഷം മഷി പോലെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി മീഡിയം ഫ്ലെയിമിൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കാരണം തിളച്ചു മറിഞ്ഞു പോയാൽ അത് പിരിഞ്ഞു പോകും. ഇങ്ങനെ കിടന്നു ചൂടാകുമ്പോൾ അരപ്പിൻ്റെ റോ ടേസ്റ്റ് എല്ലാം പോയി കിട്ടും. ഏത് ഒഴിച്ചുകറി ഉണ്ടാക്കിയാലും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഒഴിച്ചുകറി ആയതുകൊണ്ട് ചേന കുറച്ച് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു ചേരുന്നത് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. ചെറിയൊരു കൊഴുപ്പും കിട്ടും. കറിയിലേക്ക് നോക്കിയാൽ തിളച്ചു തുടങ്ങുന്നത് കാണാം. ഉടൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് വറവ് കൂടി ഇടാനുണ്ട്. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. മൂപ്പിച്ചെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി ഈ വറവ് എണ്ണയോടുകൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരണം. മെനോപോസ് ആയിട്ടുള്ള സ്ത്രീകൾ ചേന കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയി എല്ലാം കൊടുത്തിട്ടുണ്ട്.